നമസ്കാരം. കൊല്ലത്താണുള്ളത്. കൊല്ലത്ത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലത്തെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ രാവിലെ ഒരു 8:50 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരിക്കുമുള്ള ഇന്നത്തെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ സെങ്കോട്ടയിൽ നിന്നാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഒരു 2:35 നമ്മുടെ ട്രെയിൻ സെങ്കോട്ടയിൽ നിന്ന്. അപ്പം നമ്മുടെ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് രാവിലെ കൊല്ലം ഭാഗത്തുനിന്ന് ട്രെയിനുകളൊന്നും ഇല്ലല്ലോ സെങ്കോട്ടയിലോട്ട്. അപ്പം രാവിലെ ബസ് മാർഗം, അതായത് നമ്മുടെ KSRTC ബസ് മാർഗം നമ്മൾ സെങ്കോട്ടയിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSRTC ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത്. അഷ്ടമുടി കായലൊക്കെ താണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ അഷ്ടമുടി കായലാണ്. കൊല്ലം ബോട്ട് ജെട്ടി സർവീസൊക്കെ നടത്തുന്നത് നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതൊക്കെ അതിൻ്റേതായ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1.25 കിലോമീറ്റർ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഈ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ കുറച്ചുകൂടെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് ബോട്ട് ജെട്ടി സർവീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അകത്തവിടെ ബോട്ട് സർവീസ് നടത്തുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്നറിയത്തില്ല. ഞാൻ എന്തായാലും കൊണ്ടുപോയി കാണിക്കാം. ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. 2 വീലറിന് 10 രൂപ, കാർ ആൻഡ് ഓട്ടോ 20, ട്രാവൽ മിനി ബസ് 50 രൂപ. ഞാൻ ഇച്ചിരി അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചേക്കുന്നതാണ് അഷ്ടമുടിയുടെ. അത് മറ്റേ ടൂറിസ്റ്റ് പാക്കേജിൻ്റെ എങ്ങാണ്ട് എന്തോ ഒരു ബോട്ട് സർവീസ് ആട്ടോ, ഗവൺമെൻറ്റിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ ഒരു ബോട്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്ട് കിടക്കുന്നത് കൊല്ലം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയം. പെരുമൺ, സാമ്പ്രാണിക്കൊടി കേട്ടിട്ടുണ്ടോ? ടൂറിസ്റ്റ് സ്പോട്ടാണ്. പ്ലാവറ മൊത്തം പ്ലാവറ. ഇതാണ് സംഭവം. കണ്ടില്ലേ, ഇതോടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. കുറച്ച് ആൾക്കാരും ഉണ്ട്. രാവിലെ തിരക്ക് ആയി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ക്രോസ് ചെയ്ത് KSRTC ബസ് സ്റ്റാൻഡ് അടുത്തോട്ട് പോവാവേ. നമ്മൾ വന്ന റോഡ് ആ വഴിയാണ്. ആ കാറൊക്കെ വരുന്ന വഴിയാണ്. നമ്മൾ ആ വഴി ഇറങ്ങിയ ബസ് നേരെ ഇങ്ങോട്ട് വരുന്നത്. തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് പോകേണ്ട ബസ് 9:15 കേട്ടോ. നമുക്കൊരു 10-15 മിനിറ്റോളം ഇനി ഉണ്ട്. ഞാൻ കറക്റ്റ് വ്യൂ നമ്മുടെ ഒരു കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിനെ കാണണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് കയറുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഇതാണ് ശരിക്കുമുള്ള കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, തൊട്ടടുത്തായിട്ടൊരു ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറ സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേ കിടക്കുന്നത് നമ്മുടെ ചുമപ്പ് വണ്ടി, തെങ്കാശി എഴുതിക്കുന്നുണ്ടോ. ഈ വണ്ടിയിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ സെങ്കോട്ടെ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങും. ഒരു 3 മണിക്കൂർ എടുക്കും. 9:15 എടുക്കുന്ന വണ്ടി 10:15, 11:15, 12:15. അങ്ങനെ ഒരു 3 മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മളെ വണ്ടി പോകുന്നത്. സമയമുണ്ട്. അപ്പോഴത്തേക്ക് ഒരു വെള്ളമൊക്കെ മേടിച്ച് കുടിക്കാം. അങ്ങനത്തെ അകത്തോട്ടൊക്കെ കരുതോ. ഇത് കണ്ടോ, അവിടെ നമ്മളെ അനൗൺസ്മെൻ്റൊക്കെ, വണ്ടിയുടെ അനൗൺസ്മെൻ്റൊക്കെ ചെയ്യുന്ന കണക്കത്തെ സംഭവമാണ് അത്. TV ഒക്കെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്ത് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസ് സ്റ്റാള് എല്ലാം അടുത്തടുത്ത് തന്നെ, തൊട്ടടുത്തായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും. കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്തായാലും അകത്തോട്ട് നമുക്ക് നമ്മുടെ ബസ്സിലോട്ട് കയറാവേ. KSRTC നമുക്ക് എങ്ങനെ പോയാലും 2:35 മുമ്പ് എത്താൻ പറ്റത്തില്ല. പണ്ടൊരു പാസഞ്ചർ ഉണ്ടായിരുന്നല്ലോ കൊല്ലത്തുനിന്ന്. അവിടെ ഉണ്ട്, ബാത്റൂം ഉണ്ട്. ഞാൻ അത് പറയാൻ വിട്ടുപോയി. അപ്പം പണ്ടൊരു പാസഞ്ചർ ഉണ്ടായിരുന്നു കൊല്ലത്തുനിന്ന് സെങ്കോട്ടയിൽ പോകാൻ. അത് ഒരു 2:50 ആകുമ്പോഴേ എത്തത്തോളായിരുന്നു. നമുക്ക് ഈ ട്രെയിൻ 2:30 സെങ്കോട്ടയിൽ. അപ്പോൾ എന്തായാലും ബസ് തന്നെ നമുക്ക് ചൂസ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അങ്ങോട്ടുള്ള ബസ് KSRTC യാത്രയൊക്കെ അടിപൊളിയാണ്. പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റിലൊക്കെ നമുക്ക് ആവശ്യത്തിലധികം സീറ്റ് ബസ്സിലുണ്ടാവും. എന്തായാലും ഇപ്പോൾ ഒരു വിൻഡോ സൈഡ് ഞാൻ എന്തായാലും പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാം ഗൈസ്. അങ്ങനെ കറക്റ്റ് 9:15 ആയപ്പോൾ തന്നെ നമ്മുടെ KSRTC എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും പോട്ടിങ്ങനെ. ഇപ്പോൾ നമുക്ക് വല്ല വെള്ളമോ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നെങ്കിൽ കൊല്ലം സ്റ്റാൻഡിലെ കടയിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ പുനലൂരെത്താം. ഇനിയിപ്പോൾ പുനലൂർ എത്തിയിട്ട് കാണാം. ഇതേ കണ്ടില്ലേ, നമ്മളിപ്പോൾ പുനലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു KSRTCക്ക് അതൊരു ചെറിയ ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സൂം ചെയ്ത്. ഇതേ കണ്ടില്ലേ, പുതുച്ചോറ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോറ് മേടിച്ച് വെച്ചേക്കാം. എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് കഴിക്കാം. പിന്നെ വെളിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ നിന്ന്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഭാഗമൊക്കെ എത്തിയിട്ട് കാണാവേ. അങ്ങനെ കറക്റ്റ് 12:15 ആയപ്പോഴത്തേക്കും നമ്മുടെ ഡെസ്റ്റിനേഷനായ സെങ്കോട്ടൈ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ബസ് കൊണ്ടിറങ്ങി. ഞാൻ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. കൊല്ലത്ത് നിന്ന് ഇവിടം വരെ 129 രൂപയാണ് കേട്ടോ എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത്.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 50 രൂപയുടെ ഓട്ടോ ഉണ്ട് നമ്മുടെ സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ വരാം. പക്ഷെ നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഉടനെ ഓട്ടോക്കാർ ഒന്ന് 100 പറയും. അതിൻ്റെ ഒരു ആവശ്യമില്ല, 50 രൂപയ്ക്ക് നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ. ഇതേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഗുണ്ടൂർ ഡാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തോട്ട് അങ്ങോട്ടാണ് ഈ ഒരു സ്റ്റാറ്റു ഇരിക്കുന്നതുണ്ട്. അവിടെ നമ്മൾ ആ വഴിയായിരുന്നു നടന്ന് ഇങ്ങോട്ട് വന്നത്. അതായത് ബസ് നമ്മളവിടെ ഇറക്കിയത് അവിടെ ആയിരുന്നു. അപ്പോൾ അതേ അവിടെ ഒരു ആട്ടോ അവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്കകത്തും കയറി. 50 രൂപയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം നേരെ സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാവേ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളിങ്ങ് എത്തിയേട്ടാ. നമ്മൾ ഓട്ടോ ഏതായി കിടക്കുന്നത് 50 രൂപയായിരുന്നു ടിക്കറ്റ്. ടിക്കറ്റ് ഓട്ടോ കൂലി അത് തന്നെ. അപ്പോൾ അതേ സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നല്ല വെയിലുണ്ട്. കേരളത്തിൻ്റെ അത്രയും ചൂട് ഇവിടെ ഇല്ലെങ്കിൽ നല്ല ചൂടുണ്ട്. ഇതേ തൊട്ടോ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കൂടുതലും മരങ്ങളൊക്കെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. വലിയ ചൂട് അറിയാത്ത, പക്ഷെ നല്ല വെയിൽ. അപ്പോൾ അതേ കറക്റ്റ് സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നടപ്പുണ്ട്. നേരെ അകത്തോട്ടൊക്കെ കയറാം. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നാട്ടിലോട്ട് സോളോ ട്രിപ്പ് അടിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സെങ്കോട്ടെ ഭഗവതിപുരം ആ റൂട്ട് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ അങ്ങോട്ട് പോയത്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അന്ന് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ഫുള്ള് കാഴ്ചകൾ A to Z കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ. അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം 24 hours ഉണ്ട്. കണ്ടില്ലേ? സമയം ഞാൻ കാണിച്ചു തരാം. ദാണ്ട 12:22 ആയി കിടപ്പുണ്ട്. നമുക്ക് പോകേണ്ടുള്ള ട്രെയിനാണ് ഈ കിടക്കുന്നത്. 2:35 ട്രെയിൻ എടുക്കത്തുള്ളൂ. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. സമയം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പോകുന്നു. കറക്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം ആദ്യം എനിക്കെന്തെങ്കിലും തിന്നണം, കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അതിന് മുമ്പ് ഇവിടുത്തെ വെയിറ്റിംഗ് റൂം വെയിറ്റിംഗ് ഹോളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയുണ്ട്? ഇത് സാധാ നമ്മുടെ അതായത് സെക്കൻഡ് ക്ലാസ് വെയിറ്റിംഗ് റൂമാണ്. ബാത്റൂംസ് ഒക്കെ ഉണ്ട് നല്ല. കണ്ടില്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിലാണ് നമ്മൾ വന്നത്. AC ആൻഡ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ് ഉള്ളി. ഇതായിരുന്നു സംഭവം. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ വെയിറ്റിംഗ് ഹോൾ ഇപ്പോൾ കാണിച്ചിരുന്ന വെയിറ്റിംഗ് റൂമിൽ ഇതൊക്കെ ഉണ്ട്, ടോയ്ലറ്റ് കാര്യങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഉണ്ട്. ഞാൻ ദൂരമായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അന്ന് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചതാണ്. അതാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1. അതായത് നമ്മൾ കയറി വന്ന ഇടത്തെ സൈഡിലോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ജെൻസിനും ലേഡീസിനുമായിട്ടുള്ള ഒരു ടോയ്ലറ്റാണിത് കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും കഴിക്കണം, തിരിച്ചു പോവാം. ഞാൻ നാളെ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്നായിരുന്നു. പൊതിച്ചോറ് എടുത്ത് ബാഗ് ഇതായിരിക്കുന്നു. നല്ല വാഴയിലയിൽ ചോറ്, ചമ്മന്തി, നെത്തോലി, അവിയൽ. ഇനിയിപ്പോൾ കഴിച്ചിട്ട് കാണാം. അങ്ങനെ അതേ ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ ഇരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കൂൾ വാട്ടർ കാര്യങ്ങളൊക്കെ, തണുത്ത വെള്ളം. ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കണ്ട കുപ്പിയിൽ. കുറച്ച് തണുപ്പ് കുറഞ്ഞിട്ട് കുടിക്കും, എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ കയറി വന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. ഈ വഴിയായിരുന്നു നമ്മൾ കയറി വന്നത്. ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു ഇവിടെ. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 റൈറ്റ് സൈഡിലുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ തൊട്ടടുത്തായിട്ട് പാഴ്സൽ ഓഫീസും കാര്യങ്ങളും. നമ്മൾ മുമ്പ് കണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ. ഇവിടെ ബുക്കിംഗ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതേ ഒരു കഥകളിയുടെ ഒരു പെയിൻറ്റിങ്. പാഴ്സൽ ഓഫീസ് ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 7 to 17 hours. ഈ സൈഡിൽ കൂടെ തന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നമ്മുടെ റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ ഓഫീസ്, RPFൻ്റെ ഓഫീസ് ഇവിടെ തന്നെയാണ്. ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ കയറിയിട്ട് വലത്തെ സൈഡിലോട്ടുള്ള കാഴ്ചകളാണ്. അടിപൊളിയാട്ടോ. ഒരു പ്രകൃതിക്കകത്ത് ചുറ്റും കിടക്കുന്ന ഫുള്ള് മരവും പടലവും ഒക്കെ തന്നെ. അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസ്, RPFൻ്റെ ഓഫീസ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കൊച്ചു സദേൺ റെയിൽവേയുടെ കടയുണ്ട്. ഇനി ട്രെയിൻ ഡീറ്റെയിൽസ് അറിയാം. ദേ എവരാണ് ഇന്ന് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നമ്പർ 06658 സെങ്കോട്ടെ തിരുനെൽവേലി എക്സ്പ്രസ് സ്പെഷ്യലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരാൾക്ക് വരുന്നത് വെറും 20 രൂപയാണ് ടിക്കറ്റ് കേട്ടാ. ഈ റൂട്ടിൽ ഏകദേശം കുറേ സ്റ്റോപ്പുകളുണ്ട്, കൊച്ചു സ്റ്റോപ്പുകൾ. ഏകദേശം 80 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ എല്ലാം അടുത്തടുത്താട്ടാ, മനസ്സിലായി? വലിയ ദൂരമില്ല, കൊച്ചു സ്റ്റേഷൻസ്. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്താണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഈ ട്രെയിനിലാണ്. ഒരുപാട് റൈഡ് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ്. ഞാൻ ഇംഗ്ലീഷിൽ കാണിച്ചു തരാം. തമിഴ് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. തമിഴ് അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അടുത്തവിടെ എങ്ങാണ്ട് ഉണ്ട്, അടുത്തായിട്ട് തന്നെ. പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നത്. വണ്ടി ഇവിടെ നേരത്തെ വന്ന് കിടക്കും. 2:35 ഇവിടുത്തെ ട്രെയിൻ നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ട്രെയിനിൽ നമ്മൾ 2:35 കയറി തിരുനെൽവേലി ജംഗ്ഷനിൽ പോയി ഇറങ്ങും 4:50 ആകുമ്പോഴത്തേക്ക്. എന്നിട്ട് ഈ ട്രെയിൻ തിരിച്ച് ഇങ്ങോട്ടുണ്ട് 6 മണി 6:15 ആ സമയത്ത്. അപ്പോൾ അതേ കണ്ടില്ലേ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ റൈഡ് ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ 6:15 ഈ ട്രെയിനിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് തെങ്കാശിയിൽ ഇറങ്ങും. തെങ്കാശി ഇറങ്ങിയിട്ട് അവിടുന്ന് KSRTCയിൽ നാട്ടിലോട്ട് പോകും. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി, മെയിൻ പരിപാടി, മനസ്സിലായ? അപ്പോൾ ഇന്നത്തെ ആ കാഴ്ചകളായിരിക്കും നിങ്ങൾ മൊത്തവും കാണാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഒന്ന് പുറത്തോട്ടൊന്ന് വന്ന് നിന്നതാ.
ഇവിടെ എഴുതി വെച്ചിരുന്നുണ്ട് മലയാളത്തിൽ പൊതുജനങ്ങളുടെയും ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് ഇടമൺ ഭഗവതിപുരം റെയിൽവേ പാത ഒരു വരി വൈദ്യുതീകരിച്ച സർവ്വ ട്രാക്കായി. വായിച്ചു നോക്കിക്കോ നിങ്ങൾ. അപ്പോൾ അകത്തോട്ട് കയറി ഇനി സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫുൾ അൺറിസർവ്ഡ് ആണ് വണ്ടി ഫുള്ള്. ഞാൻ പറഞ്ഞില്ല എക്സ്പ്രസ് സ്പെഷ്യലാണ്. നമ്മൾ എപ്പോഴും ഇരിക്കുന്ന കണക്ക് ദാണ്ട സൈഡ് സീറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ബാഗ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. അതാ പക്ഷേ ഇവിടുത്തെ മേളത്തെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര പൊക്കും കണ്ടോ, ഏറ്റവും മേളിലായിട്ടായിരിക്കുന്നത്. പിന്നെ ഫാനുകളൊക്കെ നല്ലോണം കറങ്ങുന്നുണ്ട്. ചൂട് കാറ്റാണെന്നേ ഉള്ളൂ. കണ്ടില്ലേ, തിരക്കുകളൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വരുന്നതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ട്രെയിനിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതും. ഇനിയിപ്പോൾ ബാത്റൂമും കൂടെ ഒന്ന് കയറി കാണിച്ചു തരാം. എന്താ ഇവിടെ തുറന്ന് കിടപ്പുണ്ട്. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, വെള്ളമൊക്കെ ഉണ്ട്. എന്താണ്ടൊക്കെ അതിനകത്ത് കിടക്കുന്നു. ഇറങ്ങിയേക്കാം. കണ്ടില്ലേ, ഇപ്പുറത്തും ബാത്റൂം തുറന്ന് കിടക്കുന്നത്. എനിക്കൊന്നും അവർ ക്ലീൻ ചെയ്തിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും വൃത്തി കുഴപ്പമില്ല, ആവറേജാണ്. 2 ഡോറും അടയ്ക്കാം നമുക്ക്. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ അടുത്തോട്ട് പോയിരിക്കാം. സമയം ആയി വരാറ് കേട്ടോ, 2:35. അതിന് മുമ്പ് ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്ന് നമുക്ക് കേൾക്കാവേ. பயணிகள் கவனத்திற்கு வண்டி எண் 0665 செங்கோட்டை திருநெல்வேலி ஸ்பெஷல் எக்ஸ்பிரஸ் வழி தென்காசி ஜங்ஷன் பாவூர் சத்திரம் அம்பாசமுத்திரம் சேரன் மகாதேவி 14:35 நடைமேடை 1 இருந்து புறப்படும். ഇതേ കറക്റ്റ് 2:35 തന്നെ നമ്മുടെ ട്രെയിൻ സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ശരിക്കും സെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലിക്ക് തിരിച്ച് സെങ്കോട്ടയിലേക്കും 4 സർവീസ് നടത്തുന്നുണ്ട്. അതായത് എക്സ്പ്രസ് സ്പെഷ്യൽ ആയിട്ട്. അതിന്റെ സമയം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. ആദ്യം സെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലി പോകുന്ന ട്രെയിനിന്റെ ടൈമിങ്സ് പറഞ്ഞുതരാമേ. ആദ്യത്തെ ട്രെയിൻ നമ്പർ 066682 ആണ്. അത് രാവിലെ 6:40 സെങ്കോട്ടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 8:50 രാവിലെ തിരുനെൽവേലിയിലേക്ക് എത്തിച്ചേരും. അതാണ് ഫസ്റ്റ് ട്രെയിൻ. രണ്ടാമത്തെ ട്രെയിൻ നമ്പർ 066684 ആണ്. അത് രാവിലെ 10 മണിക്ക് സെങ്കോട്ടയിൽ നിന്ന് എടുക്കും, 12:15 തിരുനെൽവേലിയിലേക്ക് എത്തിച്ചേരും. മൂന്നാമത്തെ ട്രെയിൻ നമ്പർ 066658 ആണ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. ഇത് 2:35 എടുത്തു കഴിഞ്ഞാൽ ഒരു 4:50-55 തിരുനെൽവേലിയിലേക്ക് എത്തും. പിന്നെ ലാസ്റ്റത്തെ ട്രെയിൻ 066686 ആണ്. അത് വൈകുന്നേരം 6 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ രാത്രി 8:10 നമ്മുടെ തിരുനെൽവേലിയിലേക്ക് എത്തിച്ചേരും. ഇത് സെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലി പോകുന്ന ട്രെയിനുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി തിരുനെൽവേലിയിൽ നിന്ന് തിരിച്ച് സെങ്കോട്ടയിലേക്ക് സർവീസ് നടന്ന ട്രെയിനിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 066685 രാവിലെ 7 മണിക്ക് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ 9:05 നമ്മുടെ സെങ്കോട്ടയിലെത്തും. അതാണ് ആദ്യത്തെ സർവീസ് അവിടുന്ന്. രണ്ടാമത്തത് ട്രെയിൻ നമ്പർ 066681 9:45 രാവിലെ എടുത്തു കഴിഞ്ഞാൽ 11:50 നമ്മുടെ സെങ്കോട്ടയിലേക്ക് എത്തിച്ചേരും. പിന്നെ മൂന്നാമത്തത് ട്രെയിൻ നമ്പർ 066687 അത് 1:50 ഉച്ചയ്ക്ക് 1:50 തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 4:10 നമ്മുടെ സെങ്കോട്ടയിലേക്ക് എത്തിച്ചേരും. പിന്നെ ലാസ്റ്റ് ട്രെയിൻ നമ്പർ 066657 6:15 എടുക്കുന്ന ട്രെയിൻ. ആ ട്രെയിനിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ട്രെയിൻ 6:15 ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 8:20 ആകുമ്പോഴത്തേക്കും നമ്മുടെ സെങ്കോട്ടയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈമിങ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് സെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലിക്ക് സെങ്കോട്ടയിലും ഒരു ദിവസം 4 സർവീസ് നടത്തുന്നുണ്ട്. മനസ്സിലായോ? എക്സ്പ്രസ് സ്പെഷ്യലായിട്ട് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. എല്ലാ ദിവസവും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. പിന്നെ ഈ റൂട്ടിലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്, വളരെ ഭംഗിയുള്ള കാഴ്ചകൾ. നല്ല ചൂടുണ്ടെങ്കിലും ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ട് തരുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ ഈ വ്യൂസ് എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമ്മളെന്തായാലും എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്താണ് പോകുന്നത്. അടുത്തടുത്താണ്. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിന്ന് കണ്ടിട്ട്, അങ്ങനെ പറഞ്ഞ ബ്രോയുടെ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല, എന്നിരുന്നാലും ബ്രോ ഈ ഒരു വീഡിയോ ബ്രോ ഒന്ന് കണ്ടിട്ട് പറയണേ അത് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന്. കാരണം ഞാൻ മാക്സിമം അത് ശ്രമിക്കാം. എനിക്ക് ഈ വ്ളോഗിങ് എടുത്ത് ശീലമില്ലാത്തതിൻ്റെ മെയിൻ കാര്യം അതുകൊണ്ടാണ്. നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമായിരിക്കുമല്ലോ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ. അതായിരിക്കും വീണ്ടും പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ തരുന്നത്. എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഓൾമോസ്റ്റ് ഒഴിഞ്ഞു പോകുന്നൊരു ട്രെയിനാണ്. നമുക്ക് എപ്പോഴും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ ഇപ്പോൾ ബസ് KSRTC അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ തിരിച്ച് ഇവിടുന്ന് പോകാനാണെങ്കിലും വെളുപ്പിന് 3 മണിക്കൊക്കെ ഉണ്ടായുള്ളൂ ട്രെയിൻ നാട്ടിലോട്ടെ. അപ്പോഴത്തേക്കും ആ ഒരു സംവിധാനം നമുക്ക് ആ ഒരു അഡ്ജസ്റ്റബിൾ. അപ്പോൾ ഈ ഒരു റൂട്ട് നമ്മൾ എപ്പോൾ കവർ ചെയ്യാനാണെങ്കിലും നമുക്ക് KSRTC ഒരു ബസ്സും ഒരു ട്രെയിൻ യാത്രകൾ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ട്രിപ്പ് നടത്താൻ പറ്റത്തുള്ളൂ.
നല്ല കാഴ്ചകളാണ് ഗൈസ്, ഉറപ്പ് വരും. നല്ല അടിപൊളി കാഴ്ചകളാണ്. നല്ല കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷനുകളാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാം. ഇനി അടുത്ത തെങ്കാശി ജംഗ്ഷനാണ് വരുന്നത്, പിന്നെ കിഴപ്പുലിയൂർ. പിന്നെ ഞാൻ ഇങ്ങോട്ട് പറയുന്ന സ്റ്റേഷൻസിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ എത്രത്തോളം കറക്റ്റ് ആവണമെന്ന് അറിയത്തില്ല, കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് പറയുന്നത്. അതിൻ്റേതായ ഒരു കുറവുകൾ അതിന് കാണും. അപ്പം അതിനും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. മാത്രമല്ല ഈ വീഡിയോ പോകുന്നതിൻ്റെ ഇടയ്ക്കും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളത് മാപ്പ് വയ്ക്കുകയാണ്. അത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് പറഞ്ഞു തന്നിരുന്നാലും മതി കേട്ടോ. പിന്നെ ചൂടാണ്, കൊട, തൊപ്പി ഇതൊക്കെ മാക്സിമം എല്ലാവരും എടുക്കാൻ നോക്കണം, ട്രെയിൻ യാത്ര ചെയ്യുന്ന ആൾക്കാർ. പിന്നെ വെള്ളം മാക്സിമം തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക. ഞാൻ എടുത്ത് വെച്ചത് കുറച്ച് മുഖം കഴുകാനും പിന്നെ തണുപ്പ് കുറച്ച് കുറയുമ്പോൾ കുടിക്കാനും എന്നുള്ളൊരു സാഹചര്യം വെച്ചിട്ടാണ്. തണുത്ത വെള്ളം ഞാനങ്ങനെ കുടിക്കാറില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. ഒരു 3-4 കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ചായയോ അങ്ങനെ എന്തെങ്കിലും ലഘുവായിട്ട് മാത്രമേ ഞാൻ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കാറുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് കണക്ട് ചെയ്ത് ട്രെയിൻ ഭ്രാന്തന്മാരുണ്ടാവുമായിരിക്കുമല്ലോ ജസ്റ്റ് യാത്ര ചെയ്യാൻ വരുന്നവർക്കൊക്കെ. അപ്പം മുൻകൂട്ടി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പറഞ്ഞതാ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റേഷൻ നമ്മുടെ തെങ്കാശി ജംഗ്ഷനിലേക്ക് ഒരു 2:45, 2:46 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേഷനാണ്. 7 കിലോമീറ്ററേ ഉള്ളൂ ചെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തെങ്കാശി ജംഗ്ഷൻ വരാം. അപ്പുറത്ത് നമ്മൾ ആ ഗുരുവായൂർ വണ്ടിയാട്ടോ കിടക്കുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ സോളോ അടിച്ചത് ചെങ്കോട്ടേന്ന്. 50 രൂപയ്ക്ക് ഒരു സോളോ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ട്രിപ്പ് എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തത് ആ ട്രെയിനിലായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആ തെങ്കാശി ജംഗ്ഷനിലാണ്, കണ്ടില്ലേ? കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷന്, നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് തെങ്കാശി. തിരിച്ച് നമുക്ക് ഇവിടെ ഇറങ്ങേണ്ടത് ഈ ട്രെയിനിൽ തന്നെ കേട്ടോ. ഇവിടെ ഇറങ്ങി KSRTC ബസ്സിൽ കയറി വീട്ടിൽ പോകും, അതാണ് പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ നിങ്ങൾക്കൊരു നമ്മുടെ ഒരു ഷെഡ്യൂൾ മനസ്സിലായ. ചെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലി ജംഗ്ഷൻ, തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിന്നായം കണക്ക് കാണിച്ചിട്ട് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് കയറി എന്തുവാ നമ്മുടെ നാട്ടിലോട്ട് പോകുന്നത്. അങ്ങോട്ടുള്ളതെല്ലാം ഫുള്ള് ഞാൻ കാണിക്കും കേട്ടോ. മാക്സിമം നല്ല രീതിയിൽ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കും. കാരണം എല്ലാം അടുത്താണ് സ്റ്റേഷൻസ്, അതാണ് കോമഡി. തൊട്ടടുത്തായിട്ടാണ് കുഞ്ഞ സ്റ്റേഷൻസും തൊട്ടടുത്തോട്ടുള്ള സ്റ്റേഷൻ. വേണ്ട തെങ്കാശി ജംഗ്ഷൻ്റെ നെയിം ബോർഡ്. അങ്ങനെ തെങ്കാശിക്ക് ഇവിടെ ഇതേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷൻ എത്തിയാട്ടാ, കിഴപ്പുള്ളിയൂർ. ഇതൊക്കെ കണ്ടില്ലേ, ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. മണിയടിയുടെ സൗണ്ടായി കേൾക്കുന്നത് ഇവിടെ. ഈ നമ്മുടെ ചെങ്കോട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ കേട്ടോ ഈ പറയുന്ന സംഭവം. ഈ സ്റ്റേഷൻ 3 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തി. കൊച്ചു സ്റ്റേഷനാണ്, കണ്ടില്ലേ? ഇപ്പുറത്തൊന്നും കാണിച്ചു തരാനൊന്നുമില്ല. തമിഴ്നാട്ടിൽ കൂടെ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾ ഇത് കണ്ടോ, പുളിമരമാണ്. കുറച്ചൊക്കെ വേനലിൽ ചൂടത്ത് കരിഞ്ഞ് ആണെങ്കിൽ വാടിയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് പുളിയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇപ്പോൾ എന്തായാലും ഒരു ചായ കൊണ്ടുവരും, ചായ മേടിക്കണം. ഇത് ഞാൻ നല്ലൊരു ചായ മേടിച്ചു കേട്ടോ, ഇഞ്ചി ചായയാണ്, നല്ല അടിപൊളി ചായ. കുറച്ച് കുടിച്ചായിരുന്നു, കൊള്ളാം. അങ്ങനെ വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ അവിടുന്ന് ആ സ്റ്റേഷനിൽ നിന്ന് എടുത്തേട്ടാ, ഈ രണ്ടാമത്തെ സ്റ്റേഷനിൽ നിന്ന്. തിരക്കുണ്ടോയെന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നുമില്ല ട്രെയിനിൽ. ഈ റൂട്ട് യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങോട്ടുള്ള ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഏതൊക്കെ സമയത്താണെന്നുള്ളത്. 4 ട്രെയിൻ, അങ്ങോട്ട് 4 സർവീസ്, ഇങ്ങോട്ട് 4 സർവീസ്. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാഴ്ചകൾ നമുക്ക് കാണാം, നല്ല ഭംഗിയാണ്. പിന്നെ ചൂടുണ്ട് എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഈ ഒരു സമയമുണ്ട്. പിന്നെ രാവിലെ വന്നാലും പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 6:40, 8:50. നമ്മുടെ ഒരു കാലാവസ്ഥയായിട്ട് വെച്ച് പറയുകയാണ് കേട്ടോ ഞാൻ. മഴക്കാലത്തൊക്കെയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു റൂട്ട്. തെങ്ങിൻ തോപ്പുകളും കണ്ടില്ലേ? അയ്യോ, വേറൊരു കാര്യം പറയാൻ വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് വെച്ചൊരു കോമഡി നടന്നു. ഞാൻ KSRTCൻ്റെ അവിടെ പോയി വീഡിയോ എടുത്തുകൊണ്ടിരുന്നില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ആരാണ്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, സാറേ ബോംബിടാനൊന്നും വന്നില്ല, വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ പറഞ്ഞു, അയ്യോ ഇല്ല, ഇങ്ങനെ പുള്ളി എന്ന് പറഞ്ഞു 1 മണിക്കൂറോളം. ഞാൻ പറഞ്ഞ സമയമൊക്കെ കാണിച്ചു കൊടുത്ത്. നമ്മൾ 8:30 കഴിഞ്ഞ് 8:45 ആയപ്പോഴല്ലേ വീഡിയോ എടുത്തു തുടങ്ങിയത്. 9:15 നമ്മളെ വണ്ടി വന്നിട്ട് അരമണിക്കൂർ പോലും ആയി കാണത്തില്ല. എന്തൊക്കെയാണോ എന്തോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് ദൈവമേ. പിന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ വിളിച്ചുകൊണ്ട് വന്ന പുള്ളിക്കാരനെ, സെക്യൂരിറ്റി ഒരു പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. ആ പുള്ളിക്കാരന് കാര്യം മനസ്സിലായി. അയാൾ അപ്പോഴേ പോയി, ശരിയടാ നടക്കട്ടെന്ന് പറഞ്ഞ് അയാൾ പോയി. ഇതേ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടോ നമ്മുടെ പാവൂർ ഛത്രമാണോ എന്തുവാണെങ്കിലും ക്ലിയർ ആക്കുക. ആ ഒരു സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്.
18 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ചെങ്കോട്ടയിൽ നിന്ന് ഇവിടം വരാം. 3:10 ആയപ്പോഴത്തേക്ക് എത്തി. കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്, എല്ലാം അടുത്തടുത്താണ്. കണ്ടില്ലേ, പാവൂർ ഛത്രം ഓർ പവൂർ ഛത്രം. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നിങ്ങളൊരു ട്രെയിൻ വരുന്ന കണ്ടോ? ഇത് നമ്മുടെ തിരുനെൽവേലിയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ തുടങ്ങിയ സമയത്ത് തിരുനെൽവേലിയിൽ നിന്ന് ചെങ്കോട്ടയിലോട്ട് സർവീസ് നടന്ന ട്രെയിനുകളെ പറ്റി. അതിലൊരു ട്രെയിനാണ് ഇവ. നമ്മുടെ ട്രെയിൻ നമ്പർ 06687 1:50 എടുക്കുന്ന ട്രെയിനില്ലേ, 4:10 ചെങ്കോട്ടയിലെത്തുന്ന ആ ട്രെയിനാണ് ഇവൻ. എന്താ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഈ പാവൂർ ഛത്രം, അവിടെ വെച്ച് നമ്മളെ ക്രോസിങ് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കണക്കിന് രാവിലെ കൊല്ലത്തു നിന്നൊക്കെ രാവിലെ ചെങ്കോട്ട ഭാഗത്തേക്കൊക്കെ ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമാണ്. ഇച്ചിരി നേരത്തെ എത്തുന്ന വിധത്തിൽ, ഉച്ചയ്ക്ക് മുമ്പൊക്കെ എത്തുന്ന വിധത്തിലെ തിരിച്ചു കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഒരുപാട് യാത്രകൾ നടന്നേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിന് എന്ന് സംഭവിക്കാതിരിക്കുമോ എന്നൊന്നും അറിയാൻ മേല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന നമുക്ക് ഈ ഒരു KSRTC എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റായിരുന്നു. പക്ഷേ ഈ KSRTCയിൽ വരുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു റൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പൈസയുടെ കാര്യമാണ്, 130 രൂപ. ആ പൈസ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സുഖമായിട്ട് വരാമല്ലോ നമുക്ക്. ഫുഡ് കാര്യങ്ങളൊക്കെ കൈ നിൽക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കാം ഇനിയിപ്പം ഭാവിയിൽ വരുമോ വരത്തില്ലേ എന്നുള്ളത്, എല്ലാം ഒരു പ്രതീക്ഷ. എന്നാലും നോക്കാം. അങ്ങനെ 1, 2, 3 സ്റ്റേഷൻസ് കഴിഞ്ഞില്ല. ഇപ്പം ടോട്ടൽ 3 സ്റ്റേഷൻസ് കഴിഞ്ഞു. ഒരു 18 കിലോമീറ്ററോളം കഴിഞ്ഞ് നിൽക്കുക. ഇതേ അടുത്ത് നമ്മുടെ 4ാമത്തെ സ്റ്റേഷനായ മേട്ടൂർ സ്റ്റേഷൻ എത്തി കേട്ടോ. 3:19, 20 ആയപ്പോഴത്തേക്കും ഒരു 23 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ചെങ്കോട്ടയിൽ നിന്ന് ഇവിടം വരെ വളരെ കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടില്ലേ, വലിയ താമസമൊന്നുമില്ലാതെ തന്നെ എല്ലായിടത്തും പടപടെ എടുക്കുന്നുണ്ട്. എല്ലായിടത്തും എടുക്കുന്നു, തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത സ്റ്റേഷൻ. ഇത് തന്നെ റിപ്പീറ്റ് ഇങ്ങനെ അടിച്ചു പോകുന്നു. അതേ കണ്ടില്ലേ, മേട്ടൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസിംഗ്. നെയിം ബോർഡൊക്കെ കണ്ടു. ഇതേ പോകുന്നു. നമ്മളെ അടുത്ത സ്റ്റേഷൻ എത്തി കേട്ടോ. കിലൈക്കടയം എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ എത്തി. 30 കിലോമീറ്ററാണ് ചെങ്കോട്ടയിൽ നിന്ന് ഇവിടുത്തെ ദൂരം. 3:24 ആയി വരുന്നതേ ഉള്ളൂ. വെയർ ഈസ് മൈ ട്രെയിൻ ആപ്പിൽ KIZHA കിഴയാണ് കിടക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ L കാണിക്കുന്നുണ്ട്, കണ്ടില്ലയോ നിങ്ങൾ? അപ്പോൾ ആ ഒരു സമയമായിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ കൊള്ളാം, നല്ലൊരു സ്റ്റേഷൻ, കൊച്ചു സ്റ്റേഷൻ. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റേഷനും വിടാം. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ, തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷന്, തമിഴ്നാട്ടിലെ കാഴ്ചകളെല്ലാം ഒരു കുളിര്, ഒന്നും പറയാനില്ല. അടിപൊളിയല്ലേ? മേഘം ഒന്ന് ചെറുതായിട്ടൊന്ന് കറുത്ത്, അതായത് ഒന്ന് താന്ന് വരുന്നുണ്ട്. വെയിലൊന്നും ഇല്ല ഇപ്പോൾ. ചെറിയൊരു മഴക്കോള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. കൊള്ളാം, എന്തായാലും നല്ല കാഴ്ചകളാണ് കേട്ടോ. 20 രൂപയ്ക്കൊക്കെ നല്ലൊരു കാഴ്ചകളായിരിക്കും, ഉറപ്പാണ്. ഇതേ അടുത്ത സ്റ്റേഷൻ എത്തി, നമ്മുടെ രാവണാസമുദ്രം. പേരുകളൊക്കെ കിടിലല്ലേ. 31 കിലോമീറ്ററേ ഉള്ളൂ, 3:30 കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കോട്ടയിൽ നിന്ന് ഇവിടം വരെ ആണെങ്കിൽ 31 കിലോമീറ്റർ. രാവണാസമുദ്രം വരെ കുഞ്ഞനൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതേ കണ്ടില്ലേ, രാവണാസമുദ്രം. എല്ലാം അടുത്തടുത്തടുത്താ, വലിയ ദൂരമൊന്നുമില്ല. 1, 2, 3 കിലോമീറ്ററിന് ഇടയ്ക്ക് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാം, എന്തായാലും നല്ലൊരു ട്രെയിൻ യാത്ര തന്നെയാണ് കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഈ ട്രെയിൻ ജേണീസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് പെടുത്താൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും ഇത് കേട്ടോ. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ യാത്ര ചെയ്തവരും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം. പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായെന്നുള്ളത് അങ്ങനെ കണ്ടില്ലേ. ഇതുപോലൊക്കെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. കൊള്ളാമല്ലേ? നിങ്ങൾക്ക് കാഴ്ച കണ്ടിട്ടൊക്കെ എങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഉള്ള വിഷ്വൽസ് നിങ്ങളെ ഞാൻ കാണിക്കാവേ. നിങ്ങൾ മാക്സിമം കാണും, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഇത് അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ?
കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടുമ്പോൾ അവനെ കാണാൻ പറ്റുമായിരിക്കും. ഇതേ കണ്ട, അവനിവിടെ ആടുകളൊക്കെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസ് വൈബ് ഇല്ലേ ഇതോ? അയ്യോ അയ്യോ, അടിപൊളി. നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു കുഞ്ഞ സ്റ്റേഷനായ അഴുവാക്കുറിച്ചി, അങ്ങനല്ലയോ പറയുന്ന. 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അഴുവാക്കുറിച്ചി വീണ്ടും ചാവട്ടിയൊക്കെ പൊളിക്കുക ചായയൊക്കെ ആയിട്ട് വന്ന്. അഴുവാക്കുറിച്ചി സ്റ്റേഷനും എത്തി, അവിടുന്നും പോകുന്നുണ്ട്. അഴുവാക്കുറിച്ചി വരെ 34 കിലോമീറ്റർ ആട്ടാ നമ്മുടെ സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. കണിക്കൊന്നയാണോ നിൽക്കുന്നത് അവിടെ? ആണെന്ന് തോന്നുന്നു. വിഷുവൊക്കെ കഴിഞ്ഞിട്ട് കണിക്കൊന്ന അവിടെ ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. നെയിം ബോർഡ് ഇതോ അവിടെ ഉണ്ട്. എല്ലാ സ്റ്റേഷൻസും എന്തായാലും കവർ ചെയ്യും. എല്ലാ സ്റ്റേഷനും കാണിച്ചു തരാം, കാരണം തിരിച്ചു വരുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഓരോ ആൾക്കാരൊക്കെ അഴുവാക്കുറിച്ചി. ഇവിടെ ഈ ട്രെയിനിൽ വന്നവരൊക്കെ ഇത് ഇറങ്ങിപ്പോന്നു. അടുത്ത സ്റ്റേഷൻ എത്തി കേട്ടാ, കിഴയമ്പൂറോ അങ്ങനൊരു സ്റ്റേഷൻ. 39 കിലോമീറ്റർ. ഇതേ കണ്ടില്ലേ, നമ്മുടെ 3:30 കഴിഞ്ഞു, 3:35 കഴിഞ്ഞ് വരുന്നുണ്ട്. 3:35 കഴിഞ്ഞ കേട്ടാ. കൊച്ചു സ്റ്റേഷനാണ്, അവിടെ എത്തി. അടുത്ത സ്റ്റേഷൻ ഇനിയിപ്പോൾ 1 2 3 4 5 6 7 ഇനിയുണ്ട്. 7 സ്റ്റോപ്പോളം 8 സ്റ്റോപ്പോളം ഉണ്ട്. അതാണ്ട് അടുത്ത സ്റ്റേഷനായ നമ്മുടെ കിഴാമ്പൂർ. കിഴാമ്പൂറാണോ കിഴാമ്പൂറാണോ ഒന്നും അറിയാൻ വയ്യ. ഇനി എന്തോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇതേണ്ടൊക്കെ പോകുമ്പോൾ എങ്ങനാവുന്നോ എന്തോ എൻ്റെ പ്രൊണൗൺസേഷൻ. അടുത്ത സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അംബാസമുദ്രം എത്തി. 3:45 ആയപ്പോഴത്തേക്കും കണ്ടോ. നമ്മുടെ പകൽപൂരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇതാണ്, അംബാസമുദ്രം. അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്. എനിക്ക് നമ്മളെ മലയാളി യാത്രകൾ ബ്രോ ഉണ്ടല്ലോ, നമ്മളെ മലയാളി ട്രാവലേഴ്സ് ബ്രോ അല്ല, നമ്മുടെ മലയാളി യാത്രകൾ ചെയ്യുന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു, ഇങ്ങനെ ഈ അംബാസമുദ്രത്തിൻ്റെ എന്തോ ഒരു ട്രാവൽ വ്ളോഗ്. അപ്പോൾ അവൻ ഇങ്ങനെ അതിനകത്ത് പറഞ്ഞതായിട്ട് ഈ പകൽപൂരത്തിൻ്റെ ഒരു സീനെ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഇനി എൻ്റെ തോന്നലാണോ എന്നറിയത്തില്ല. മലയാളി ട്രാവലേഴ്സ്, നമ്മളെ ബ്രോസ് അല്ല, നമ്മുടെ മലയാളി. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അംബാസമുദ്രത്തിലുണ്ട്. തെങ്കാശി, കിഴപ്പുള്ളിയൂർ, പാവുചത്രം, മേട്ടൂർ, കിഴക്കടയം, രാവണസമുദ്രം, പിന്നെ അഴുവാക്കുറിച്ചി, കീഴാമ്പൂർ. അപ്പോൾ 9ാമത്തെ സ്റ്റോപ്പ് അംബാസമുദ്രം കേട്ടോ. നോക്ക്, 45 കിലോമീറ്ററിനിടയ്ക്ക് 9 സ്റ്റോപ്പായി. സെങ്കോട്ടയിൽ നിന്ന് അംബാസമുദ്രം വരെ 45 കിലോമീറ്ററേ ഉള്ളൂ. 9 സ്റ്റേഷൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ്. ഇനി 1 2 3 4 5 6 ഇനി ഒരു 6 ആണ്. ടോട്ടൽ 15 ഉണ്ടോ. തിരുനെൽവേലി കൂട്ടണ്ടല്ലോ ജംഗ്ഷൻ. സമയം ഇപ്പോൾ ഒരു 3:50 ആയിട്ടുണ്ട്. നമ്മളത് കാലിടക്കുറിച്ചി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 49 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട് സെങ്കോട്ടയിൽ നിന്ന് കാലിടക്കുറിച്ചി വരെ കേട്ടോ. 49 കിലോമീറ്റർ. കൊച്ചു സ്റ്റേഷനാണ്. ഇപ്പുറത്ത് കുറച്ച് മരങ്ങളും അയ്യോ മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. അങ്ങനെ കാലിടക്കുറിച്ചി എന്ന് പറയുന്ന സ്റ്റേഷനും വിടാം. നെയിം ബോർഡ് താണ്ടേ. റെയിൽവേ ഗേറ്റ് അടച്ച് ആൾക്കാരൊക്കെ വെയിറ്റിങ് തുറക്കാൻ വേണ്ടി വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നു.
ദേ നമ്മളങ്ങനെ ഒരു 55 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീരവനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി കേട്ടാ. ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു രീതിയിൽ വീഡിയോ മതിയെന്നെങ്കിൽ അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, കാഴ്ചകൾ മാക്സിമം എത്തിക്കാനുള്ള രീതിയിലും പിന്നെ കുറച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതേ വീരവനല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷൻസ് കഴിഞ്ഞു. 55 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 4 മണി കഴിഞ്ഞിട്ടുണ്ട്. താണ്ട നെയിം ബോർഡ് വീരവനല്ലൂർ. ദേ ഗൈസ് അടുത്തൊരു സ്റ്റേഷൻ കാരേക്കുറിച്ചി. 58 കിലോമീറ്റർ ഇതുവരെ നമ്മുടെ ട്രെയിൻ സഞ്ചരിച്ചത്. 58 കിലോമീറ്റർ 4-5 ആയി വരുന്നുണ്ട്. 4-5 ചെങ്കോട്ടൈ ടു കാരേക്കുറിച്ചി 58 കിലോമീറ്റർ ഡിസ്റ്റൻസ്. വേണ്ട നെയിം ബോർഡ് കാരേക്കുറിച്ചി. ഇതേ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ, അടുത്തൊരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനായ ചേരൻ മഹാദേവി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. 60 കിലോമീറ്റർ ദൂരമാണ് ചെങ്കോട്ടയിൽ നിന്ന് ഈ പറയുന്ന സ്റ്റേഷനായ ചേരൻ മഹാദേവി സ്റ്റേഷൻ വരെ. 4:10 കഴിഞ്ഞ് വരുന്നത്. ട്രെയിനാണോ ഈ കിടക്കുന്നത്? ട്രെയിനല്ല, ഇത് വേറെ എന്തോ സംഭവം. ഇതെല്ലാം മറ്റേ നമ്മുടെ കല്ല് പാറയൊക്കെ കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ ചേരൻ മഹാദേവി റെയിൽവേ സ്റ്റേഷനിൽ അത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം 2 സ്റ്റേഷനും കൂടെ ഉള്ളൂ. അതേപോലെ തന്നെ ഈ റൂട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതാണെങ്കിൽ തന്നെ ഇനി വേറെ എന്തെങ്കിലും ട്രെയിൻ ജേർണീസ് ഇതേ കണക്കൊരു ലോങ് ഒന്നും പോകാതെ ഒരു ജസ്റ്റ് 1 ഡേ മാക്സിമം 1.5 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇൻറ്റേൺഷിപ്പ് നടക്കുവായതുകൊണ്ടേ നമ്മൾ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം. മലയാളി ട്രെയിൻ ബ്ലോഗറിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ തന്നെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി. ട്രെയിൻ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആവണം, സമയം കിട്ടുന്നില്ല, മൊത്തത്തിൽ പെട്ട് നിൽക്കുക. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇത് ഏത് റെയിൽവേ സ്റ്റേഷൻ അറിയാം? പേട്ടൈ. നമുക്കുണ്ടൊരു പേട്ടൈ, തിരുവനന്തപുരം പേട്ടൈ. എന്നാൽ ഇത് തിരുവനന്തപുരം പേട്ടയല്ലേ, ഇത് തമിഴ്നാടു പേട്ടൈ. 73 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മൾ പേട്ടൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് കേട്ടോ. 4:30 ആയി വരുന്നുണ്ട്. 4:30 അല്ല, 4:25 പേട്ടൈ റെയിൽവേ സ്റ്റേഷൻ. ഇനിയുള്ളത് തിരുനെൽവേലി ടൗൺ, പിന്നെ തിരുനെൽവേലി ജംഗ്ഷനായ നമ്മുടെ ഡെസ്റ്റിനേഷൻ പേട്ടൈ. നെയിം ബോർഡ് കണ്ടില്ലേ? പേട്ടൈ സ്റ്റേഷൻ. അങ്ങനെ തിരുനെൽവേലി ടൗണിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 77 കിലോമീറ്റർ ആണേ. 4:25 ആയിട്ടുണ്ട്. തിരുനെൽവേലി ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ചെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലി ടൗൺ വരെ 77 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ കവർ ചെയ്തേക്കുന്നത്. തിരുനെൽവേലി ടൗൺ.
ഒരു അത് നമ്മുടെ നാഗർകോവിൽ തിരിച്ച് ആ റൂട്ടാന്ന് തോന്നുന്നു കേട്ടോ, ഡൈവേർട്ട് ആവുന്ന തന്നെ അങ്ങനെയാന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ആരെങ്കിലും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നാഗർകോവിൽ ലൈൻ തിരിച്ച് ഡൈവേർട്ട് ലൈനാണ്. നമ്മളങ്ങനെ തിരുനെൽവേലി ജംഗ്ഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, കയറാനായിട്ട് പോവുകയാണ്. തിരുനെൽവേലി ജംഗ്ഷൻ ഡെസ്റ്റിനേഷൻ. യെസ് ഗൈസ്, നമ്മൾ വന്ന ട്രെയിൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5. നമ്മളിപ്പോൾ 4-ന്റെ അടുത്തൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുക. നമ്മുടെ ട്രെയിൻ 5 തന്നെ, തിരിച്ചു പോകുന്നത് 5 തന്നെയാണ് കേട്ടോ. 4:50 ആയി. 4:50 4:45, 4:50 ആയി. ഇനിയിപ്പോൾ ഓവർ ബ്രിഡ്ജ് കയറി വെളിയിലോട്ടൊന്ന് ഇറങ്ങണം. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. തിരിച്ച് 6:15 ട്രെയിൻ. പിന്നെ വെളിയിൽ നിന്ന് പോയി എന്തെങ്കിലും കഴിക്കണം, നൈസ് എന്ന് വെച്ചാൽ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം. നമ്മുടെ ട്രെയിനാണ് കിടക്കുന്നത്. ലെറ്റ് കൺട്രി ബി ക്ലീൻ, ക്ലീൻ ഇന്ത്യ. സ്റ്റെപ്സിലൊക്കെ എഴുതി വെച്ചേക്കുന്ന കൊള്ളാം. എനിക്ക് വിശപ്പിൻ്റെ ഒരു അസുഖം ഉണ്ടായതുകൊണ്ടേ തിരിച്ചു വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം നല്ലോണം. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2-1. നമുക്ക് അങ്ങോട്ടല്ലല്ലോ പോകേണ്ടത്, നമുക്ക് എക്സിറ്റ് ആണ്. എക്സിറ്റ് നേരെ ഓവർ ബ്രിഡ്ജ് കയറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ വേ ടു പ്ലാറ്റ്ഫോം നമ്പർ 1. എക്സിറ്റ് ഇങ്ങോട്ട് തന്നെ ലെഫ്റ്റ്, ഇടത്തെ സൈഡിലോട്ട് നേരെ ഇറങ്ങൂ. പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിട്ടുണ്ട് കേട്ടോ. നടന്ന് ദേ അവിടെ നല്ലൊരു ഡിസൈനൊക്കെ, ഏതോ രാജാക്കന്മാരൊക്കെയാന്ന് തോന്നുന്നു. സ്കെച്ച് കൊള്ളാം, ഒരു വൈബുണ്ട്. തിരുനെൽവേലി ജംഗ്ഷൻ. സമയം 5:09. 5:09 4:59. അതുകൊണ്ട് നമ്മൾ ഇത് മെയിൻ എൻട്രൻസ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് അല്ല. അവിടെ ടിക്കറ്റ് റിസർവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇത് മെയിൻ എൻട്രൻസ് അല്ല, നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയത്. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. മെയിൻ എൻട്രൻസ് അല്ല ഗൈസ്, മെയിൻ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുറച്ച് മുമ്പ് 2 വഴിയുണ്ട്. റൈറ്റ് സൈഡ് തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ, വലത്തെ സൈഡ്. ലെഫ്റ്റ് സൈഡ് അങ്ങനെ പ്രത്യേകിച്ച് റോഡോ കാര്യങ്ങളൊന്നുമില്ല, റെയിൽവേ പ്രോപ്പർട്ടി അങ്ങോട്ട് എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്കറിയത്തില്ലല്ലോ. ഇതേ കാണുന്ന വഴി നേരെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് കിടക്കാം. അതാ ഇതാണ് ഇടത്തെ സൈഡ്, ഇതങ്ങോട്ട് പാളവും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതേ അങ്ങനെ നടന്നൊരു കടയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വടൈ, ഗുണ്ട്, ഉള്ളിവടൈ, അങ്ങനെ സോ മച്ച് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. എന്തെങ്കിലും മേടിച്ച് തട്ടണം. തിരുനെൽവേലി ജംഗ്ഷൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ചായയും കുടിച്ചു. ദേ ഇതാണ് തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ അടുത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതേ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം, ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എല്ലാം. ഒരു സ്റ്റാറ്റു ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ. ആരാണോ എന്തോ, ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല, ശരിക്കും വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ് ഗൈസ്. കണ്ടില്ലേ, കൊള്ളാം അല്ലേ, നൈസ് ലുക്ക്. ഇനി ഈ ഭാഗത്തോട്ട് കയറാം. ടിക്കറ്റ് എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 20 രൂപ, 40 രൂപ. 40 രൂപയുടെ ടിക്കറ്റാണ്. തിരുനെൽവേലി ജംഗ്ഷൻ ശരിക്കും നമ്മൾ ഇതിനെക്കാട്ടി തിരക്കാണ് മധുര ജംഗ്ഷൻ. തിരുനെൽവേലി ജംഗ്ഷനിൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ SBIയുടെ ഒരു ATM തന്നെ ഫ്രണ്ടിലുണ്ട്. പിന്നെ കുറച്ചത് ആ സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ നടന്നു പോകുന്നില്ലേ അങ്ങോട്ട്, അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും. ക്ലോക്ക് റൂമും എല്ലാം അവിടെ തന്നെ. വീണ്ടും ഒരു ATM ഉണ്ട്, ഇന്ത്യൻ ബാങ്കിൻ്റെ ATM ആട്ടത്. SBI ഉണ്ട്, ഇന്ത്യൻ ബാങ്കിൻ്റെ ATM ഉണ്ട്. കയറി വരുന്നിടത്ത് ഫ്രീ എമർജൻസി കെയർ സെൻ്റർ ഉണ്ട്. കയറി വരുന്നിടത്ത് തന്നെ ഏതോ ഒരു ഹോസ്പിറ്റൽ, കവേരി ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഇതാണ് അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം. ഇതവിടെ ATM സംവിധാനം. ക്ലോക്ക് റൂമും എല്ലാം കയറി വരുന്നിടത്ത് തന്നെയാണ് മെയിൻ എൻട്രൻസിൻ്റെ അകത്തോട്ട് കാഴ്ചകൾ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രി ആവാൻ പോവുകയാണ് നമ്മൾ. ഗുഡ്സിൻ്റെ ട്രെയിനാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇൻഫോർമേഷൻ സെൻറ്റർ, പിന്നെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സദേൺ റെയിൽവേ തിരുനെൽവേലി ജംഗ്ഷൻ ഇൻഫോർമേഷൻ സെൻറ്റർ.
മുകളിലോട്ട് ഗുഡ്സ് ആട്ടാ കൊണ്ടുപോകുന്നത്. ഗുഡ്സ് കൊണ്ടുപോകും. ഗുഡ്സ് അല്ല, നമ്മളെ പെട്രോളോ ഡീസലോ എന്താണ്ടാ കൊണ്ടുപോകുക. തിരുനെൽവേലി ജംഗ്ഷൻ്റെ നെയിം ബോർഡ് ഉണ്ടോ നിങ്ങൾ? നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നത്. ഇതാ ഒരു എൻജിൻ കിടക്കുന്നു ഇവിടെ, WB4 ലോ. ഇതിവിടുത്തെ വെയിറ്റിംഗ് റൂമാണേ. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് വെയിറ്റിംഗ് റൂം. കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പിന്നെ അതാ ഇവിടെ ആയിട്ട് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 1 വെയിറ്റിംഗ് ഹോൾ, AC വെയിറ്റിംഗ് ഹാളുണ്ട്, 20 രൂപ. തമിഴ്നാട്ടിൽ മിക്ക AC വെയിറ്റിംഗ് ഹോൾ റെയിൽവേ സ്റ്റേഷന് 20 രൂപയുള്ളതെന്ന് തോന്നുന്നു കേട്ടോ, പെർ ഹവർ. നമ്മുടെ നാട്ടിലൊക്കെയാണ് 30 രൂപ മാക്സിമം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി എന്തുവാ, ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 5 പോവുക, നടക്കാം. ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ സ്റ്റെപ്പിൽ, 1 മെഡിസിൻ ഫോർ ഓൾ ഡിസീസസ്, ക്ലീൻനെസ്, വൃത്തിയാക്കുക, അത് തന്നെയാണ് എല്ലാം. ലെറ്റ് കൺട്രി ബി ക്ലീൻ, പീപ്പിൾ ബി ഹെൽത്തി. കൊള്ളാം അല്ലേ? ഹിന്ദിയിൽ, തമിഴിൽ, ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളം ഇല്ല. വേ ടു പ്ലാറ്റ്ഫോം നമ്പർ 4 and 5. അപ്പോൾ നമ്മുടെ ട്രെയിൻ 5-ലാണല്ലോ കിടക്കുന്നത്. അതേ ഇതാ കിടക്കുന്നത്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ കിടക്കുന്നത് ഗൈസ്. പിന്നെ ഇപ്പോൾ ട്രെയിനകത്തോട്ട് കയറണം. തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പം 4:50 വന്ന് ഇരിക്കുകയില്ലേ ഇവിടെ. പിന്നെ 6:15 എത്തത്തോളം. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ സീറ്റൊക്കെ കിട്ടും. സീറ്റ് കിട്ടാതിരിക്കത്തൊന്നുമില്ല, സീറ്റൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ വണ്ടി എടുക്കട്ടെ, അതുവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇതാണ് തിരുനെൽവേലിയിലെ കാഴ്ചകളൊക്കെ ഗൈസ്. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെങ്കോട്ടെ വരിക, തിരുനെൽവേലിയിൽ ഈ ട്രെയിൻ യാത്ര ചെയ്യുക, ഈ ട്രെയിനിൽ തന്നെ തിരിച്ചു പോവുക, സെങ്കോട്ടയ്ക്ക് പകരം തെങ്കാശിയിൽ ഇറങ്ങുക, തെങ്കാശിയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോവുക. അത് തന്നെയായിരുന്നു എൻ്റെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എൻ്റെ ഒരു പ്ലാൻ. തലകത്തോട്ട് കയറി എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിക്കണം. സൈഡ് സീറ്റ് ഇല്ല, സൈഡിൽ ഓപ്പർ. ഇതാരുടെ വരുന്നത്? ഏതോ വീഴുന്നല്ലോ. ട്രെയിൻ എടുത്തു കേട്ടോ, കറക്റ്റ് 6:15 നമ്മളെ ട്രെയിൻ എടുത്തു. നമ്മുടെ ലാസ്റ്റ് ട്രെയിനാണ് കേട്ടോ തിരുനെൽവേലിയിൽ നിന്ന് സെങ്കോട്ടയിലേക്ക്. ഞാൻ പറയുന്നത് എക്സ്പ്രസ് സ്പെഷ്യലിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇറങ്ങാണ്ടുള്ള എവിടെയാണെന്നറിയാമോ? തെങ്കാശി ജംഗ്ഷനില്ല. അപ്പോൾ തെങ്കാശിയിലെത്തിയിട്ട് നമുക്കിനി കാണാവേ. ഇതേ അങ്ങനെ 8 മണിയായപ്പോൾ നമ്മൾ തെങ്കാശി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ട്രെയിനുള്ള ഒരേ ഒരു സ്റ്റോപ്പേ ഉള്ളൂ, അത് അതിൻ്റെ ഡെസ്റ്റിനേഷനായ സെങ്കോട്ടയിലാണ്. നമ്മൾ തൊട്ട് മുമ്പായ തെങ്കാശി ഇറങ്ങി. ഇവിടെ ഇറങ്ങിയിട്ട് ഇനിയുള്ള പ്ലാൻ എന്താണെന്നറിയോ? നേരെ ശരവണ ഹോട്ടലിലോട്ട് പോകണം, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്, ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അവിടെ പോയി ഫുഡ് കഴിക്കണം, KSRTC ബസ് സ്റ്റാൻഡിൽ കയറി അടുത്ത കൊല്ലത്തേക്കുള്ള ബസ് പിടിക്കണം, വീട്ടിൽ പോകണം. ഇത് തന്നെയാണ് പരിപാടി. ഇവിടുന്ന് നടന്ന് പോകേണ്ടുള്ള ദൂരമേ ഉള്ളൂ. നൈറ്റ് വാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, വലിയ ദൂരമൊന്നുമില്ല, ഇച്ചിരി ദൂരമേ ഉള്ളൂ നടന്നു പോകണം. അതുകൊണ്ട് ഓട്ടോയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓട്ടോ പിടിക്കേണ്ടവർക്ക് ഓട്ടോ പിടിക്കാം. അവർ പക്ഷേ നല്ല റേറ്റ് പറയും, അതാണ് വിഷയം. ബാർഗെയിൻ ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേ തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ട്. ഇനി നടക്കാം ഗൈസ്. അങ്ങനെ നടന്ന് ഞാൻ വന്നത് നമ്മുടെ ശരവണ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇനി അകത്തോട്ട് കയറി കഴിക്കണം. ഞാനിവിടെ വരുമ്പോൾ സ്ഥിരം കഴിക്കാറുള്ളത്, അതായത് തെങ്കാശി വരുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. നല്ല ഫുഡാണ് ഇവിടുത്തത്. നെയ് റോസ്റ്റാണ് സ്ഥിരം കഴിക്കാറുള്ളത്. നല്ല വാഴയിലൊക്കെ ആയിട്ട് ഇങ്ങനെ തരും. ഇത് വട കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ ഓരോ ഐറ്റംസൊക്കെ ഇരിക്കുന്നത്. എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. ആദ്യം നെയ് റോസ്റ്റ് കഴിക്കട്ടോ കയറി. ഇവിടെ ഇരിക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് വാഴയിലേക്ക് നനച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിശന്നിരുന്നുകൊണ്ട് നെയ് റോസ്റ്റ് വന്നപ്പോൾ ആ ഒരു ഇൻട്രോ എടുക്കാൻ പറ്റില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, വീഡിയോ എടുത്തില്ലല്ലോ. എന്തായാലും കണ്ടല്ലോ. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാവേ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നേരെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ KSRTC ന്യൂ ബസ് സ്റ്റാൻഡ് തെങ്കാശിയുടെ. ക്രോസ് ചെയ്ത് അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഭാഗത്തേക്ക് പോകേണ്ടുള്ള ട്രെയിനെന്ന് ബസ്സിൻ്റെ ഇതിങ്ങനെ എഴുതി വെച്ചേക്കും. ഇപ്പോൾ തിരുവനന്തപുരം നമ്പർ 1, കൊല്ലം 3, അങ്ങനെ ഞാൻ കാണിച്ചു തരാം. അകത്തോട്ട് കയറിയട്ടെ. 9:15 നമുക്കൊരു വണ്ടിയുണ്ട് KSRTC. ഒരു 10:15, 11:15, 12:15 ആകുമ്പോൾ കൊല്ലം എത്തും. നേരം വെളുക്കും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ. എന്തായാലും വയറൊക്കെ നിറഞ്ഞ സെറ്റാണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 1ാമത് തിരുവനന്തപുരം, 2ാം നമ്പർ കോട്ടയം, 3ാം നമ്പർ കൊല്ലം,
അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള KSRTC ന്യൂ ബസ് സ്റ്റാൻഡ്. പിന്നെ ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും, ഇരിക്കാൻ സീറ്റ് കിട്ടും, കൺഫേം ആണ്. എന്ന് വെച്ചാൽ മറ്റടുത്ത് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ സീറ്റ് കിട്ടുന്നതല്ല, നമുക്ക് സുഖം കുറച്ചുകൂടെ, പിന്നെ ഫുഡ് കഴിക്കാനും എല്ലാം കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും കേട്ടോ ന്യൂ ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, തിരുപ്പതി ഭാഗത്തിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ വരുന്നത്. അപ്പുറത്ത് ബാംഗ്ലൂർ കിടപ്പുണ്ട്, അങ്ങനെ ഓരോരോ കിടപ്പുണ്ട്. നമ്മളെ ബസ് 9:15 അത് വരുമ്പോൾ. ഇതേ ഗൈസ് നമ്മൾ ഞാൻ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ട്രെയിൻ വ്ലോഗ്സും പുതിയ ട്രെയിൻ ജേർണീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.